നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പാഠങ്ങളിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മള് ഇന്ന് ഇംഗ്ലീഷിലെ വുഡ് എന്ന വാക്കിനെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. വുഡ് ഒറ്റ വാക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുമതുകൊണ്ട്. അതെ, ശരിക്കും ഒരു മാന്ത്രിക താക്കോല് പോലെയാണ്, അല്ലേ? പല വാതിലുകളും തുറന്നു തരും. തീർച്ചയായും. ഇതിന് പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ മര്യാദയോടെ കാര്യങ്ങൾ ചോദിക്കാനും, പിന്നെ ഈ നടക്കാത്ത കാര്യങ്ങളില്ലേ, സ്വപ്നങ്ങൾ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ പറയാനും, അതുപോലെ പഴയ ശീലങ്ങളെക്കുറിച്ചൊക്കെ പറയാനും വുഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ നല്ലത്. ഞങ്ങളുടെ ലക്ഷ്യം ഇത്രയുള്ളൂ. ഈ പാഠങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വുഡ് വളരെ ഈസിയായിട്ട് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അതെ. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ കാര്യം, മര്യാദയോടെയുള്ള അഭ്യർത്ഥനകൾ. നമ്മളൊരു കഫേയിൽ ഇരിക്കുവാണെന്ന് വെക്കാം. ഓക്കെ. ഒന്ന് തരാമോ എന്ന്? കറക്റ്റ്. അല്ലെങ്കിൽ കടക്കാരൻ ചോദിക്കാം, വുഡ് യു ലൈക്ക് മിൽക്ക് ടു? നിങ്ങൾക്ക് പാലും വേണോ? കണ്ടോ, ആ വുഡ് അവിടെ വരുമ്പോൾ ആ ചോദ്യത്തിനൊരു സോഫ്റ്റ്നെസ് വരും. അതെ, ഒരു വിനയം. നിങ്ങൾക്കും ഒന്ന് പറഞ്ഞു നോക്കാം, വുഡ് യു ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലതാണത്. തീർച്ചയായും. അപ്പോ അഭ്യർത്ഥനകൾക്ക് മാത്രമല്ല, ഓഫറുകൾക്കും ഇത് ഉപയോഗിക്കാമല്ലേ? വുഡ് യു ലൈക്ക് സം ടീ എന്നൊക്കെ. അതെ അതെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതായത് നടക്കാത്ത കാര്യങ്ങൾ, സ്വപ്നങ്ങൾ. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഗമാണിത്. അതെ, സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഇഫ് ഐ കുഡ് ഐ വുഡ് ട്രാവൽ ടു സ്പേസ്. സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ബഹിരാകാശ യാത്ര ചെയ്തേനെ. കൊള്ളാം. അല്ലെങ്കിൽ ഐ വുഡ് ഈറ്റ് പീറ്റ്സ എവ്രി ഡേ ഇഫ് ഐ വുഡൻ ഗെറ്റ് ഫാറ്റ്. ഞാൻ എല്ലാ ദിവസവും പിസ്സ കഴിച്ചേനെ, വണ്ണം വെക്കില്ലായിരുന്നെങ്കിൽ. അത് ശരിയാണ്. അപ്പോ നിങ്ങൾക്കും ഇതുപോലെ ആലോചിക്കാം. ഇഫ് ഐ ഹാഡ് $1 million, ഐ വുഡ് എന്ത് ചെയ്യുമായിരുന്നു? ഞാനൊരു കോട്ട വാങ്ങിയേനെ. ഐ വുഡ് ബൈ എ കാസൽ. കണ്ടോ, നമ്മുടെ ഭാവനകൾ പറയാൻ വുഡ് ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ ഉപയോഗം, പഴയ കാര്യങ്ങൾ, പണ്ട് സ്ഥിരമായി ചെയ്തിരുന്ന ശീലങ്ങൾ. പാസ്റ്റ് ഹാബിറ്റ്സ്. ഉദാഹരണത്തിന്, വെൻ ഐ വാസ് എ കിഡ് ഐ വുഡ് ക്രൈ ഓവർ സ്പിൽഡ് ഐസ്ക്രീം. കുട്ടിയായിരുന്നപ്പോൾ ഐസ്ക്രീം താഴെ വീണാൽ ഞാൻ കരയുമായിരുന്നു. അത് മിക്ക കുട്ടികളും ചെയ്യുമായിരിക്കും. അതെ. അതുപോലെ മൈ മോം വുഡ് ഓൾവേസ് സേ ഇറ്റ്സ് ജസ്റ്റ് ഐസ്ക്രീം. എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, അതൊരു ഐസ്ക്രീമല്ലേ എന്ന്. അപ്പോ പണ്ട് സ്ഥിരമായി ചെയ്തിരുന്ന, ആവർത്തിച്ചിരുന്ന കാര്യങ്ങൾ പറയാൻ വുഡ് ഉപയോഗിക്കാം. വെൻ ഐ വാസ് ലിറ്റിൽ ഐ വുഡ് എന്നുവെച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഓർമ്മകൾ പറയാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണത്? വുഡ് കഴിഞ്ഞിട്ട് വരുന്ന ക്രിയ, അതായത് വേർബ്, എപ്പോഴും അതിന്റെ ബേസ് ഫോമിലായിരിക്കണം, V1 ഫോം. ഓക്കെ, അതായത് ഗോ, ഈറ്റ്, പ്ലേ എന്നൊക്കെ. അതെ. ഐ വുഡ് വെന്റ് ടു ദ പാർക്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് തെറ്റാണ്. ഐ വുഡ് ഗോ എന്ന് പറയണം. കൃത്യം. ഇത് വളരെ പ്രധാനമാണ്. ഓർക്കേണ്ട കാര്യമാണ്. അപ്പോ ഇന്നത്തെ ഈ പാഠങ്ങളിൽ നമ്മൾ വുഡിന്റെ 3 പ്രധാന ഉപയോഗങ്ങൾ കണ്ടു. അതെ. 1, മര്യാദയോടെയുള്ള അഭ്യർത്ഥനകളും ഓഫറുകളും, വുഡ് യു. 2, നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പറയാൻ ഐ വുഡ്. 3, പഴയകാല ശീലങ്ങൾ പറയാൻ, അതും ഐ വുഡ് വെച്ച് തന്നെ. ഈ 3 കാര്യങ്ങളും വ്യക്തമായെന്ന് കരുതുന്നു. ഇനി നീന ചെയ്യേണ്ട ചെറിയ കാര്യം, ഇന്ന് തന്നെ വുഡ് ഉപയോഗിച്ചൊരു വാചകമൊന്ന് പറഞ്ഞു നോക്കുക. ചിലപ്പോ ആരോടെങ്കിലും വുഡ് യു എക്സ്പ്ലെയിൻ ദിസ് അഗൈൻ, ഇതൊന്നുകൂടി പറയാമോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പഴയ ഓർമ്മ, ലോങ് അഗോ മൈ ഗ്രാൻഡ് മദർ വുഡ് സിംഗ് ലല്ലബൈസ്. പണ്ടെന്റെ മുത്തശ്ശി താരാട്ട് പാടുമായിരുന്നു എന്നൊക്കെ. നല്ല ഐഡിയ ആണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മനസ്സിലുറയ്ക്കും. പോകുന്നതിന് മുൻപൊരു കാര്യം കൂടി ആലോചിക്കാൻ തരാം. ഓക്കെ. നമ്മൾ കണ്ടു, ഈ വുഡ് വെച്ച് നടക്കാത്ത കാര്യങ്ങളും പറയാം, പഴയ ശീലങ്ങളും പറയാം. അതെ. അപ്പോ ഒരാൾ ഐ വുഡ് എന്ന് പറയുമ്പോൾ അതേത് അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതൊരു നല്ല ചോദ്യമാണ്. ശരിയാണ്, രണ്ടിനും ഒരേ വാക്കാണല്ലോ ഉപയോഗിക്കുന്നത്. അതെ. അപ്പൊ ആ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാം? അതിന്റെ ഉത്തരം ശരിക്കും ആ സംഭാഷണത്തിന്റെ സന്ദർഭത്തിൽ തന്നെ ഉണ്ടാവുമല്ലേ? കോണ്ടെക്സ്റ്റ് ഈസ് കീ. എക്സാക്ട്ലി. ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ബൈ എ ഹൗസ് എന്ന് പറയുമ്പോൾ ആ ഇഫ് ഉള്ളതുകൊണ്ട് അതൊരു സ്വപ്നമാണെന്ന് മനസ്സിലാകും. ശരിയാണ്. വെൻ ഐ വാസ് യങ് ഐ വുഡ് പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ആ വെൻ ഐ വാസ് യങ് എന്ന ഭാഗം അതൊരു പഴയ ശീലമാണെന്ന് സൂചന തരുന്നു. അതെ. അപ്പോ ആ സന്ദർഭം ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യം പിടികിട്ടും. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ.
വുഡ് ഉപയോഗിക്കുമ്പോൾ ഈ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന്. തീർച്ചയായും. അപ്പോൾ ഇന്നത്തേക്ക് നിർത്താം. അടുത്ത തവണ കാണാം. കാണാം.